ആപ്റ്റിക്സ് അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത ടെൻസ് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടെൻസ് ആണ്. ഈ പാസ്റ്റ് ടെൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെൻസ് ആണ് ഈ ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇത് ഒരുപാട് തവണ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പാസ്റ്റ് ടെൻസിലെ പ്രധാനപ്പെട്ട ഒരു ടെൻസ് ആണ് എന്ത്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, ശരി. അപ്പൊ ഒരു സെന്റൻസ് കണ്ടാൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണോ എന്ന് തിരിച്ചറിയുക. അതിന്റെ സ്ട്രക്ചറാണ് ഇവിടെ പറയുന്നത്. ഒരു സെന്റൻസ് കണ്ടാൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് തിരിച്ചറിയുക. അതിന്റെ സ്ട്രക്ചർ ഇതാണ്: സബ്ജക്ട് ചെയ്ത, എന്നിട്ട് ഹാഡ് പ്ലസ് V3. സബ്ജക്ട് കഴിഞ്ഞ ഉടനെ ഹാഡ് പ്ലസ് V3. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ. സബ്ജക്ട് കഴിഞ്ഞ ഉടനെ ഹാഡ് പ്ലസ് V3. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ഒരു സെന്റൻസിൽ നിങ്ങൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ്, ഒരു സെന്റൻസ് നിങ്ങൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ്, ഈ മൂന്നെണ്ണത്തിൽ ആരെങ്കിലും ഒരാള് നിങ്ങൾ ഒരു ഇംഗ്ലീഷിൽ ഒരു സെന്റൻസിൽ കണ്ടാൽ അതിന് തൊട്ട് ശേഷം വരേണ്ട വെർബ് ആരായിരിക്കണം? V1 V2 ആണോ? അല്ല, V3 ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞു പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഹാസും ഹാവ് അല്ല വരെ എന്താ വരിക? ഹാഡ് പ്ലസ് V3. അപ്പൊ ഒരു സെന്റൻസ് കണ്ടാൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് തിരിച്ചറിയാം. സബ്ജക്ട് കഴിഞ്ഞ ഹാഡ് പ്ലസ് V3. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ. ഓക്കെ, ശരി. ഓക്കെ, ഇനി ഇത് എവിടെ ഉപയോഗിക്കുക അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളൂ. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എവിടെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച രണ്ട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇപ്പൊ സംസാരിക്കുന്ന സമയത്ത്, കഴിഞ്ഞ കാലത്ത് സംഭവിച്ച രണ്ട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇപ്പോ സംസാരിക്കുന്ന സമയത്ത് അതിൽ ആദ്യം സംഭവിച്ച കാര്യം പറയേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. രണ്ടാമത് സംഭവിച്ച കാര്യം പറയേണ്ടത് സിമ്പിൾ പാസ്റ്റിലാണ്. എപ്പോഴാണ് എന്താ പറയാ? സംഭവിച്ചു കഴിഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്, അത് രണ്ടും സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ സംഭവിച്ചു കഴിഞ്ഞ രണ്ട് കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അതിൽ ആദ്യം സംഭവിച്ചു കഴിഞ്ഞ കാര്യം പറയേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും രണ്ടാമത് സംഭവിച്ചു കഴിഞ്ഞ കാര്യം പറയേണ്ടതോ സിമ്പിൾ പാസ്റ്റിലും. ഒരു എക്സാമ്പിൾ പറയാണ്: ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറയണം. നോക്കൂ, ഇത് രണ്ട് കേട്ടാൽ തന്നെ അറിയാം, രണ്ട് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് സംഭവിച്ചു കഴിഞ്ഞ കാര്യം, ട്രെയിൻ പോയത് സംഭവിച്ചു കഴിഞ്ഞ കാര്യം. അപ്പൊ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. കേട്ടാൽ തന്നെ അറിയാം ഇത് രണ്ടും സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇതിൽ ആദ്യം സംഭവിച്ചത് എന്താ? ട്രെയിൻ പോയത്. എന്നിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. അപ്പൊ ട്രെയിൻ പോയ കാര്യം പറയേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. അല്ലെങ്കിൽ പോലീസുകാർ എന്റെ വീട്ടിൽ എത്തിയപ്പോഴേക്കും കള്ളൻ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. പോലീസുകാർ എന്റെ വീട്ടിൽ എത്തിയപ്പോഴേക്കും കള്ളൻ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പോലീസുകാരന്റെ വീട്ടിൽ എത്തിയത് സംഭവിച്ചു കഴിഞ്ഞ കാര്യം, കള്ളൻ രക്ഷപ്പെട്ടത് സംഭവിച്ചു കഴിഞ്ഞ കാര്യം. ഇതിൽ ആദ്യം സംഭവിച്ചതാ കള്ളൻ രക്ഷപ്പെട്ടത്, എന്നിട്ടാ പോലീസുകാർ എത്തിയത്. അപ്പൊ കള്ളൻ രക്ഷപ്പെട്ട കാര്യം പറയേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. മനസ്സിലായോ? പിന്നെ പോലീസുകാരെത്തി, അത് സിമ്പിൾ പാസ്റ്റിലാണ്. മനസ്സിലായോ? അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എവിടെ യൂസ് ചെയ്യാം? സംഭവിച്ചു കഴിഞ്ഞ രണ്ട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇപ്പൊ സംസാരിക്കുന്ന സമയത്ത് അതിൽ ആദ്യം സംഭവിച്ചു കഴിഞ്ഞ കാര്യം പറയേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും രണ്ടാമത് സംഭവിച്ചു കഴിഞ്ഞ കാര്യം പറയേണ്ടത് സിമ്പിൾ പാസ്റ്റിലും. ഞാൻ രണ്ട് ചോദ്യം ഇട്ടിട്ടുണ്ട്. വെൻ ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഡാഷ്. നോക്കൂ, വെൻ ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ ഡാഷ്, ട്രെയിൻ പോയ കാര്യമാണ്. ചോയ്സ് കണ്ടാൽ മനസ്സിലാവും അല്ലെ? അപ്പൊ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. ആദ്യം ട്രെയിൻ പോയി, എന്നിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. കേട്ടാൽ തന്നെ, ചോദ്യം കണ്ടാൽ തന്നെ അറിയാം. അപ്പൊ ആദ്യം സംഭവിച്ചത് എന്താ? ട്രെയിൻ പോയത്. അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് പറയുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്താ? സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3. ഇവിടെ ഹാഡ് പ്ലസ് V3 ആരാ? ഹാഡ് ലെഫ്റ്റ്. ഇതാണ് ശരി. അടുത്ത ചോദ്യം എന്താ? ബൈ ദ ടൈം വി റീച്ച്ഡ് ദർ. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും. ബൈ ദ ടൈം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പോഴേക്കും. ബൈ ദ ടൈം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പോഴേക്കും. ബൈ ദ ടൈം വി റീച്ച്ഡ് ദർ, ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും അവർ ഗസ്റ്റ്സ്, ഞങ്ങളുടെ അതിഥികൾ പോയ കാര്യമാണ് പറഞ്ഞ. ചോയ്സ് ആണ് മനസ്സിലാവും അല്ലെ? അപ്പൊ ഞങ്ങൾ അവിടെ എത്തി, അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ തന്നെ ഉറപ്പായും മുമ്പ് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് അല്ലെ? ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ തന്നെ ഉറപ്പായി എന്തോ സംഭവിച്ചിട്ടുണ്ട് അതിന് മുമ്പ്. അതേപോലെയാണ് ഇവിടെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ തന്നെ ഉറപ്പ് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താ അത്? ഞങ്ങളുടെ അതിഥികൾ പോയ കാര്യം. അപ്പൊ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾ അതിഥികൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അതല്ലേ ശരി? ഓക്കെ. അപ്പൊ ആദ്യം സംഭവിച്ചത് എന്താ? അതിഥികൾ പോയത്, എന്നിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോ അതിഥികൾ പോയ കാര്യം പറയുന്നത് ഏത് ടെൻസിലാ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ. എന്നിട്ട് ഞങ്ങൾ അവിടെ എത്തി, അത് സിമ്പിൾ പാസ്റ്റിൽ. അപ്പൊ അതിഥികൾ പോയ കാര്യം പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാ. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3. ചോയ്സിൽ ഹാഡ് പ്ലസ് V3 ആരാ? ഹാഡ് ഗോൺ. ഇതാണ് ശരി. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ശരി. ഇനി അടുത്ത ടെൻസ് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് കേട്ടോ. പാസ്റ്റ് പെർഫെക്റ്റ് അല്ല, അടുത്ത ടെൻസ് ആണ് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്.
അപ്പൊ ഒരു സെന്റൻസ് കണ്ടാൽ, ഒരു ടെൻസ് കണ്ടാൽ, ഒരു സെന്റൻസ് കണ്ടാൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണോ എന്നിങ്ങനെ തിരിച്ചറിയാം. അതിന്റെ സ്ട്രക്ചർ അവിടെ ഞാൻ പറയുന്നത് സബ്ജക്ട് എഴുതുക, എന്നിട്ട് ഹാഡ് ബീൻ എഴുതുക പ്ലസ് വെർബ് പ്ലസ് ing. സബ്ജക്ട് പ്ലസ് ഹാഡ് ബീൻ എഴുതുക പ്ലസ് വെർബ് പ്ലസ് ing. കഴിഞ്ഞിട്ടില്ല, വീണ്ടും രണ്ടാളുകളിൽ ആരെങ്കിലും ഒരാൾ നിർബന്ധമായിട്ട് വരണം. ആരാത്? സിൻസ് അല്ലെങ്കിൽ ഫോർ. സിൻസ് അല്ലെങ്കിൽ ഫോർ. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സ്ട്രക്ചർ എന്താ? സബ്ജക്ട് എഴുതുക, എന്നിട്ട് ഹാഡ് ബീൻ എഴുതുക പ്ലസ് വെർബ് പ്ലസ് ing. കഴിഞ്ഞിട്ടില്ല, വീണ്ടും രണ്ടാളുകളിൽ ആരെങ്കിലും ഒരാൾ നിർബന്ധമായിട്ട് വേണം. ആരാത്? സിൻസ് അല്ലെങ്കിൽ ഫോർ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ സിൻസും ഫോറും വേറെ ടെൻസിൽ ഉപയോഗിക്കും. എവിടെയാ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും സിൻസ് ഫോർ ഉപയോഗിക്കും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഓക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഓർക്കുന്നുണ്ട്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും സിൻസ് ഫോർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഒരു ചോദ്യത്തിന് ഡാഷിന് ശേഷം നിങ്ങൾ സിൻസ് അല്ലെങ്കിൽ ഫോർ കണ്ടാൽ, ഒരു ചോദ്യത്തിന് ഡാഷിന് ശേഷം നിങ്ങൾ സിൻസ് അല്ലെങ്കിൽ ഫോർ കണ്ടാൽ ഉറപ്പിച്ചോളൂ, ഇവിടെ ആൻസർ ഒന്നുകിൽ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാഡ് ബീൻ പ്ലസ് വെറും പ്ലസ് ing ആവില്ല. ഒരു ചോദ്യത്തിൽ ഡാഷിന് ശേഷം നിങ്ങൾ സിൻസ് അല്ലെങ്കിൽ ഫോർ ഈ രണ്ടെണ്ണത്തിൽ ആരെങ്കിലും ഒരാൾ കണ്ടാൽ ഉറപ്പിച്ചോളൂ ഇവിടെ എന്താ ആൻസർ വരിക? ഒന്നുകിൽ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാഡ് ബീൻ പ്ലസ് വെറും പ്ലസ് ing. ഇതിൽ ആരോ ഒരാളാണ് ആൻസർ വരിക. അപ്പൊ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഹാസ് ബീൻ ഹാവ് ബീൻ എവിടെ യൂസ് ചെയ്യാം? ഹാസ് ബീൻ ഹാവ് ബീൻ എവിടെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ പാസ്റ്റിൽ ശ്രദ്ധിച്ചോളൂ. പാസ്റ്റിൽ ഒരാൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങി അത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് പറയണ ഹാസ് ബീൻ ഹാവ് ബീൻ യൂസ് ചെയ്യാം. മനസ്സിലായി എന്താ ഞാൻ പറഞ്ഞത്? ഒരു ചോദ്യത്തിൽ ഡാഷിന് ശേഷം നിങ്ങൾ സിൻസ് അല്ലെങ്കിൽ ഫോർ കണ്ടാൽ ഉറപ്പിച്ചോളൂ ഇവിടെ എന്താ ആൻസർ വരിക? ഒന്നുകിൽ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാഡ് ബീൻ പ്ലസ് ഓർ പ്ലസ് ing. അല്ലെ? ഹാസ് ബീൻ ഹാവ് ബീൻ എവിടെ യൂസ് ചെയ്യാം? അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ ഒരാൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങി, പാസ്റ്റിൽ ഒരാൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങി അത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു ണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയണ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ഓർ പ്ലസ് ing യൂസ് ചെയ്യാം. ഇനി ഹാഡ് ബീൻ എവിടെ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എവിടെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹാഡ് ബീൻ എവിടെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ പാസ്റ്റിൽ ഒരാൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങി, എന്നിട്ട് അയാളത് കുറെ തുടർന്നു, എന്നിട്ട് പണ്ട് എവിടെയോ വെച്ച് അവസാനിപ്പിച്ചു. ഇപ്പൊ അയാളത് ചെയ്യുന്നില്ല. പാസ്റ്റിൽ ഒരാൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങി, എന്നിട്ട് അയാളത് കുറെ തുടർന്നു, എന്നിട്ട് പണ്ട് എവിടെയോ വെച്ച് അയാളത് അവസാനിപ്പിച്ച് ഇപ്പൊ അയാളത് ചെയ്യുന്നില്ല. അത്തരം കാര്യങ്ങൾ പറയുന്ന ഹാഡ് ബീൻ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. മനസ്സിലായോ? അപ്പൊ ഒരു ചോദ്യത്തിൽ ഡാഷിന് ശേഷം നിങ്ങൾ സിൻസ് അല്ലെങ്കിൽ ഫോർ കണ്ടാൽ ഉറപ്പിച്ചോളൂ ഇവിടെ എന്താ ആൻസർ വരിക? ഒന്നുകിൽ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാഡ് ബീൻ പ്ലസ് ഓർ പ്ലസ് ing. ഇതിൽ ആരോ ഒരാളാണ് ശരി. ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പറയണമെങ്കിൽ പാസ്റ്റിൽ ഒരാൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട് അത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം എന്നാണെങ്കിൽ ഹാസ് ബീൻ ഹാവ് ബീൻ പറയാം. ഇനി ഹാഡ് ആണെങ്കിലോ പാസ്റ്റിൽ ഒരാൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങി, എന്നിട്ട് അത് കുറെ തുടർന്നു, പണ്ട് എവിടെയോ വെച്ച് അത് അവസാനിപ്പിച്ചു, ഇപ്പൊ അയാളത് ചെയ്യുന്നില്ല. അത് പറയാൻ എന്ത് യൂസ് ചെയ്യാം? ഹാഡ് ബീൻ അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക. ഓക്കെ, ശരി. ഇനി PSC ചോദിച്ചിട്ടുള്ള ചോദ്യം പറയാൻ പോകുന്നു കേട്ടോ. അപ്പൊ ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഭാഗത്തുനിന്ന് PSC ചോദിച്ചിട്ടുള്ള രണ്ട് ചോദ്യം ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. നോക്കൂ, മൈ ബ്രദർ ഡാഷ് ഇൻ സൗദി അറേബ്യ സിൻസ് 2010. സിൻസ് അല്ലെ, ഫുൾ സ്റ്റോപ്പ്. നൗ ഹി ഈസ് വർക്കിംഗ് ഇൻ കൊച്ചിൻ. അല്ലെ, എന്റെ സഹോദരൻ 2010 മുതൽ സൗദി അറേബ്യയിൽ എന്തോന്ന് ചെയ്ത കാര്യമാണ്, അത് ജോലി ചെയ്ത കാര്യമാണെന്ന് ചോയ്സ് കണ്ടാൽ മനസ്സിലാവും. പിന്നെ പറയുന്നുണ്ട് നൗ ഹി ഈസ് വർക്കിംഗ് ഇൻ കൊച്ചിൻ. ഇപ്പൊ എവിടെ ജോലി ചെയ്തത്? കൊച്ചിനിലാണ്. ഇപ്പൊ സൗദി അറേബ്യയിൽ ഉണ്ടോ? ഇല്ല, ഇപ്പൊ കൊച്ചിനിലാണുള്ളത്. അല്ലെ, തീർച്ചയായിട്ടും. അപ്പൊ ഇപ്പൊ സൗദി അറേബ്യയിൽ ഇല്ലാന്ന് ഉറപ്പാണ്. 2010 മുതൽ സൗദി അറേബ്യയിൽ ജോലി ചെയ്യാൻ തുടങ്ങി. പിന്നെ പറയുന്നുണ്ട് ഇപ്പൊ കൊച്ചിയിലാണെന്ന് എടുത്ത് പറയുന്നുണ്ട്. ഇപ്പൊ സൗദി അറേബ്യയിലില്ല, ഇപ്പൊ കൊച്ചിയില്ല. അപ്പൊ 2010 മുതൽ സൗദി അറേബ്യയിൽ ജോലി ചെയ്യാൻ തുടങ്ങി. കുറച്ചു കാലം അവിടെ കുറെ കാലം അവിടെ ജോലി ചെയ്തു, എന്നിട്ട് പണ്ട് എവിടെയോ വെച്ച് അവസാനിപ്പിച്ചു. ഓക്കെ, എന്നിട്ട് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു സഹോദരൻ? കൊച്ചിയിലേക്ക്. ഇപ്പൊ സൗദി അറേബ്യയിൽ ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം ഒരു ചോദ്യത്തിന് ഡാഷിന് ശേഷം സിൻസ് അല്ലെങ്കിൽ ഫോർ കണ്ടാൽ അവിടെ ഒന്നിലെ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാഡ് ബീൻ പ്ലസ് വെറും പ്ലസ് ing ആൻസർ വരിക. അല്ലെ, തീർച്ചയായിട്ടും. ഇവിടെ നോക്കൂ, ഹാസ് ബീൻ ഹാവ് ബീനെ പറയാൻ പാടുണ്ടോ? ഇല്ല. കാരണം ഇപ്പൊ എവിടെയാ? കൊച്ചിയിലാന്ന് എടുത്ത് പറയുന്നുണ്ട്. ഇപ്പൊ സൗദി അറേബ്യയിൽ ഇല്ല. പണ്ടപ്പോഴോ സൗദി അറേബ്യയിൽ ജോലി ചെയ്യാൻ തുടങ്ങി, കുറെ തുടർന്നു, പണ്ട് എവിടെയോ വെച്ച് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ അത് പറയേണ്ടത്. അവിടെ എന്താ ചേർക്കേണ്ടത്? ഹാസ് ബീൻ ഹാവ് ബീൻ ആണോ? ഇല്ല, ഹാഡ് ബീൻ വർക്കിംഗ്. അതാണ് ശരി. അടുത്ത ചോദ്യം എന്താ? ഐ ഡാഷ് ഇൻ പാലക്കാട് ഫോർ 21 years. 21 വർഷത്തോളം ഞാൻ പാലക്കാട് ജില്ലയില് എന്താ വെച്ചാൽ താമസിച്ച കാര്യം പറയുന്നത്. ചോയ്സ് എന്താ മനസ്സിലാവും? താമസിച്ച കാര്യമാണ് പറയുന്നത്. ഫുൾ സ്റ്റോപ്പ്. നൗ ഐ ആം ലിവിംഗ് ഇൻ മലപ്പുറം. ഇപ്പൊ ഞാൻ എവിടെ താമസിക്കുന്നത്? ഇപ്പൊ ഞാൻ പാലക്കാടില്ല, ഇപ്പൊ ഞാൻ മലപ്പുറം ജില്ലയിലാണ് താമസിക്കുന്നത്. അല്ലെ, അപ്പൊ ഞാൻ കുറെ കൊല്ലം പാലക്കാട് താമസിച്ചു, എന്നിട്ട് കുറെ കൊല്ലം ഒരു പണ്ടപ്പോഴോ പാലക്കാട് താമസിക്കാൻ തുടങ്ങി, എന്നിട്ട് കുറെ കൊല്ലം ഞാൻ പാലക്കാട് താമസിച്ചു, എന്നിട്ട് പണ്ട് എവിടെയോ വെച്ച് പാലക്കാട് താമസിക്കുന്നത് അവസാനിപ്പിച്ചു, എന്നിട്ട് ഞാൻ മലപ്പുറം ജില്ലയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പൊ നൗ ഐ ആം ലിവിംഗ് ഇൻ മലപ്പുറം. ഇപ്പൊ ഞാൻ മലപ്പുറം ജില്ലയിലാണ് താമസിക്കുന്നത്, ഇപ്പൊ പാലക്കാടില്ല. അപ്പൊ ഫോറിന്റെ അവിടെ കണ്ട നിങ്ങൾ. ഓക്കെ, അപ്പൊ ഒരു
ചോദ്യത്തിൽ ഡാഷിന് ശേഷം സിൻസ് അല്ലെങ്കിൽ ഫോർ കണ്ടാൽ അവിടെ എന്താ ആൻസർ വരിക? ഒന്നുകിൽ ഹാസ് ബീൻ, അല്ലെങ്കിൽ ഹാവ് ബീൻ, അല്ലെങ്കിൽ ഹാഡ് ബീൻ പ്ലസ് ഓർ പ്ലസ് ing. ഹാസ് ബീൻ ഹാവ് ബീൻ ഒന്നും ഇവിടെ പറയാൻ പാടില്ല. കാരണം ഇപ്പൊ ഞാൻ എവിടെയുള്ളത്? ഇപ്പൊ ഞാൻ മലപ്പുറം ജില്ലയിലാണ്. ഇപ്പോഴും ഞാൻ പാലക്കാട് ജില്ലയിൽ ഉണ്ടെങ്കിൽ ഇവിടെ ഐ ഹാവ് ബീൻ എന്ന് വേണം പറയാൻ. ഐ വരുന്ന സമയത്ത് ഹാവ് ബീൻ അല്ലെ. ഓക്കെ, ഈ ഹീം ഷേക്കാണെങ്കിൽ ഹാസ് ബീൻ അല്ലെ. ഓക്കെ, പക്ഷെ ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് നൗ ഐ ആം ലിവിംഗ് ഇൻ മലപ്പുറം. ഇപ്പൊ ഞാൻ മലപ്പുറം ജില്ലയിൽ, ഇപ്പൊ ഞാൻ പാലക്കാടില്ല. ഓക്കെ, ശരി. അപ്പൊ പണ്ടെപ്പോഴോ പാലക്കാട് താമസിക്കാൻ തുടങ്ങി, കുറെ തുടർന്ന് പണ്ട് എവിടെ വെച്ച് അവസാനിപ്പിച്ചു അല്ലെ. തീർച്ചയായിട്ടും. അപ്പൊ എന്താ പറയാ, ഏത് ടെൻസിലാ പറയേണ്ടത്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ എന്താ ആൻസർ വരിക? ഹാഡ് ബീൻ ലിവിംഗ്. അതാണ് ആൻസർ വരിക. അപ്പൊ എന്താ വരിക? ഹാഡ് ബീൻ ലിവിംഗ്. ഇതാണ് ശരി കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. പാസ്റ്റ് ടെൻസിൽ 4 പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പിന്നെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പിന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. 4 ടെൻസും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫ്യൂച്ചർ ടെൻസ് ആണ് ഇനി പറയാൻ പോകുന്നത് അല്ലെ. ഫ്യൂച്ചർ ടെൻസ് എന്തൊക്കെയുണ്ട്? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇങ്ങനെ 4 ഉണ്ട് അല്ലെ. അതിൽ ഒന്നാമത്തെ പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് അല്ലെ. അപ്പൊ ഒരു സെന്റൻസ് കണ്ടാൽ അത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണോ എന്നിങ്ങനെ തിരിച്ചറിയാം. അതിന്റെ സ്ട്രക്ചർ ഞാൻ ഇവിടെ പറയുന്നത് സബ്ജക്ട് എഴുതുക, എന്നിട്ട് വിൽ അല്ലെങ്കിൽ ഷാൾ, ഇതിൽ ആരെങ്കിലും ഒരാൾ എഴുതണം. സബ്ജക്ട് കഴിഞ്ഞിട്ട് വിൽ അല്ലെങ്കിൽ ഷാൾ എഴുതുക പ്ലസ് V1 പ്ലസ് V1. വില്ലും ഷാളൊക്കെ വന്നാൽ പിന്നെ V1 അവിടെ എഴുതാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, അത് എവിടെ ഷാൾ എവിടെ എഴുതാൻ ശ്രദ്ധിച്ചോളൂ. ഷോൾ എന്ന് എവിടെ എഴുതാൻ ശ്രദ്ധിച്ചോളൂ. ഷോൾ എവിടെ എഴുതാന്ന് വെച്ചാല് ഐയും വിയും വരുന്ന സമയത്ത് ഷാൾ ആയിട്ടുണ്ട്. ഐയും വിയും വരുന്ന സമയത്ത് എന്തായിട്ടുണ്ട്? ഷാൾ ആയിട്ടുണ്ട്. ഈ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഐ വിയും, ഐ ഷാൾ വി ഷാൾ, ഐയും വിയും വരുന്ന സമയത്ത് ഷാൾ ആയിട്ടുണ്ട്. ഐയും വി ഒഴിച്ച് വേറെ ആര് വന്നാലും അവിടെ വില്ലായിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഐ ഹി ആണെങ്കിലും ഷീ ആണെങ്കിലും ദേ ആണെങ്കിലും യു ആണെങ്കിലും ഒക്കെ എന്തായിട്ടുണ്ട്? വില്ലായിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ പറയാം, ഒരു സെന്റൻസ് കണ്ടാൽ അത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണെന്ന് തിരിച്ചറിയാം. സബ്ജക്ട് ചെയ്ത എന്നിട്ട് വിൽ അല്ലെങ്കിൽ ഷാൾ, ഇതിൽ ആരെങ്കിലും ഒരാൾ നിർബന്ധമായിട്ട് എഴുതണം പ്ലസ് V1. ഓക്കെ, അത് വിൽ എവിടെ എഴുതുക, ഷാൾ എവിടെ എഴുതുക? അത് ഷാളിന്റെ കാര്യം പറയാം. ഐയും വിയും വരുന്ന സമയത്ത് ഷാൾ എഴുതുന്നത്. ഐയും വി ഒഴിച്ച് വേറെ ആര് വന്നാലും അവിടെ എന്താ എഴുതേണ്ടത്? വില്ലാണ് എഴുതേണ്ടത്. ഓക്കെ, ശരി. ഓക്കെ, ഇനി ഇത് PSCക്ക് എങ്ങനെയാണ് ചോദിക്കുക അതാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് കേട്ടോ. PSCക്ക് എങ്ങനെയാണ് ചോദിക്കുക അതാണ് പറയാൻ പോകുന്നത്. ഒരു സെന്റൻസിന്റെ അവസാനം നിങ്ങൾ ടുമോറോ എന്ന് കാണാണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക്, അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ, അല്ലെങ്കിൽ നെക്സ്റ്റ് ഫ്രൈഡേ അങ്ങനെ കാണാണ്. അല്ലെങ്കിലോ ഒരു സെന്റൻസിന്റെ അവസാനം നിങ്ങൾ ഇന്ന് കാണും. ആ ഇൻ കഴിഞ്ഞ ഉടനെ വരാൻ പോകുന്ന വർഷം 2022, 2025, 2020 അങ്ങനെയൊക്കെ കണ്ടാൽ, അല്ലെ 2028 അങ്ങനെയൊക്കെ കണ്ടാൽ അതൊക്കെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ് പറയേണ്ടത്. എങ്ങനെയാണ്? ഒരു സെന്റൻസിന്റെ അവസാനം ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന പദം നിങ്ങൾ കണ്ടാൽ, ഒരു സെന്റൻസിന്റെ അവസാനം ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന പദം നിങ്ങൾ കണ്ടാൽ ടുമോറോന്നോ, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കെന്നോ, നെക്സ്റ്റ് മന്തെന്നോ, നെക്സ്റ്റ് ഇയർന്നോ, നെക്സ്റ്റ് സാറ്റർഡേന്നോ, നെക്സ്റ്റ് ഫ്രൈഡേന്നോ ഇങ്ങനെയൊക്കെ കണ്ടാൽ അടുത്ത വെള്ളിയാഴ്ച എന്നൊക്കെ വരാൻ പോകുന്നുണ്ട്. അല്ലെങ്കിലോ ഒരു സെന്റൻസിന്റെ അവസാനം നിങ്ങൾ ഇന്ന് കാണും. ആ ഇൻ കഴിഞ്ഞ ഉടനെ വരാൻ പോകുന്ന വർഷം, ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന വർഷം, വരാൻ പോകുന്ന വർഷം കണ്ടാൽ അതൊക്കെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ് പറയാ. സബ്ജക്ട് കഴിഞ്ഞ ഉടനെ വിൽ അല്ലെങ്കിൽ ഷാൾ പ്ലസ് V1 ആണ് ആൻസർ വരിക. ഓക്കെ, ശരി. ഇനി PSC ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ശരി, അപ്പൊ ഇത് വലിയ ഇമ്പോർട്ടന്റ്, അത്ര പ്രാധാന്യം ഇല്ലാത്ത ഒരു ടെൻസ് ആണ് ഈ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. അത്ര ഇമ്പോർട്ടന്റ് ഇല്ലാത്ത ചോദ്യങ്ങൾ 1-2 ചോദ്യങ്ങൾ പണ്ടപ്പോഴേ ചോദിച്ചിട്ടുള്ളൂ. ആ ചോദിച്ച ചോദ്യം ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തൊരു ടെൻസ് ആണ് ഈ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇറ്റ് ഡാഷ് ഹിയർ ടുമോറോ അല്ലെ. ചോയ്സ് റെയിൻസ്, വിൽ റെയിൻ, റെയിൻ, റെയിൻഡ് അല്ലെ. ഇതാണ് ചോദ്യം. ഇറ്റ് ഡാഷ് ഹിയർ ടുമോറോ. ഓക്കെ. അപ്പൊ ശ്രദ്ധിച്ചോളൂ, നോക്കുക. നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. നാളെ ഇവിടെ മഴ പെയ്യും. നാളെ ഇവിടെ മഴ പെയ്യും. അതാണ് ഇവിടെ മഴ പെയ്യുന്ന കാര്യമാണ് പറയാൻ പോകുന്നത് അല്ലെ. തീർച്ചയായിട്ടും ടുമോറോ എന്നുള്ളൊരു പദമുണ്ട്. ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന പദമാണ് ടുമോറോ. നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ അല്ലെ. ഓക്കെ, അപ്പൊ എന്താ വരിക? സബ്ജക്ട് കഴിഞ്ഞിട്ട് വിൽ അല്ലെങ്കിൽ ഷാൾ പ്ലസ് V1. ഇവിടെ ഇറ്റാണ് ഞാൻ പറഞ്ഞു. ഐയും വിയും വരുന്ന സമയത്ത് ഷാൾ ഉപയോഗിക്കണം. ഐയും വി ഒഴിച്ച് വേറെ ആര് വന്നാലും വില്ലായിട്ടുണ്ട്. അപ്പൊ എന്താ വരിക? വിൽ റെയിൻ. ഇതാണ് ആൻസർ വരിക. അപ്പൊ ഇതിന് ചോദ്യങ്ങൾ വളരെ റയറായിട്ട് ചോദിച്ചിട്ടുള്ളൂ. വളരെ റയറായിട്ട് 1-2 പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൂ. അതാ ചോദ്യമാണ് ഈ ചോദ്യം, ഞാൻ പറഞ്ഞ ചോദ്യം. ഓക്കെ, ഇനി അടുത്ത ടെൻസ് ആണ് പറയുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഇതിനും വളരെ റയറായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് വളരെ റയറായിട്ട്. എന്തായാലും ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. ഇതിന്റെ സ്ട്രക്ചറാണ് പറയുന്നത്.
ഒരു സെന്റൻസ് കണ്ടാൽ അത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിലാണെന്ന് തിരിച്ചറിയാം. സബ്ജക്ട് എഴുതുക, എന്നിട്ട് വിൽ ബി അല്ലെങ്കിൽ ഷാൾ ബി, വിൽ ബി അല്ലെങ്കിൽ ഷാൾ ബി, ഇതിൽ ആരെങ്കിലും ഒരാൾ എഴുതണം. അത് ഷാൾ ബി എവിടെ എഴുതാം? നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഐയും ബിയും വരുന്ന സമയത്ത് ഷാൾ എഴുതണം. ഐയും ബിയും വരുന്ന സമയത്ത് ഷാള്. ഐയും ബി ഒഴിച്ച് വേറെ ആര് വന്നാലും വില്ല എഴുതുന്നത്. ഐയും ബി ഒഴിച്ച് വേറെ ആര് വന്നാലും എന്താ എഴുതുക? വിൽ. ഐയും ബി ആണെങ്കിൽ ഷാൾ എഴുതണം. ഐ ബി ഒഴിച്ച് വേറെ ആര് വന്നാലും എന്താ എഴുതേണ്ടത്? വില്ല്. ഓക്കെ, ശരി. അപ്പൊ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിലാണെന്ന് തിരിച്ചറിയാം. സബ്ജക്ട് എഴുതുക, എന്നിട്ട് വിൽ ബി അല്ലെങ്കിൽ ഷാൾ ബി, ഇതിൽ ആരെങ്കിലും ഒരാൾ എഴുതുക, പ്ലസ് വെർബ് പ്ലസ് ing. ഇതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ. ഓക്കെ, ശരി. ഇനി ഈ ഭാഗത്ത് PSC വളരെ വിരളമായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യം. ഓക്കെ, എന്തായാലും ചോദിച്ചുള്ള ഭാഗം ഞാൻ പറയാം. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിന്റെ ഭാഗത്ത് PSC ചോദിച്ചുള്ള ഭാഗം ഞാൻ പറയുന്നത് നോക്കാം. ഒരു ചോദ്യത്തിന്റെ തുടക്കം നിങ്ങൾ അറ്റ് ദിസ് ടൈം എന്ന് കാണുകയും, ഒരു സെന്റൻസിന്റെ തുടക്കം നിങ്ങൾ അറ്റ് ദിസ് ടൈം എന്ന് കാണുകയും, ആ അറ്റ് ദിസ് ടൈമിന് തൊട്ട് ശേഷം ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന ഒരു പദം നോക്കുക. ഒരു സെന്റൻസിന്റെ തുടക്കം നിങ്ങൾ അറ്റ് ദിസ് ടൈം എന്ന് കാണുകയും, ആ അറ്റ് ദിസ് ടൈമിന് തൊട്ട് ശേഷം ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന പദം ടുമോറോന്നോ, നെക്സ്റ്റ് വീക്കെന്നോ, നെക്സ്റ്റ് മന്തെന്നോ, നെക്സ്റ്റ് ഇയർന്നോ, നെക്സ്റ്റ് സാറ്റർഡേന്നോ എന്തായിക്കോട്ടെ. ഒരു ചോദ്യത്തിന്റെ തുടക്കം നിങ്ങൾ അറ്റ് ദിസ് ടൈം എന്ന് പറഞ്ഞ അർത്ഥം ഈ സമയത്ത് അറ്റ് ദിസ് ടൈം എന്ന് കാണുകയും, ആ അറ്റ് ദിസ് ടൈമിന് തൊട്ടിശം ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന ഒരു പദം നിങ്ങൾ കാണുകയും ചെയ്താൽ അത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിലല്ലാതെ വേറെ ഒരു ടെൻസിലും പറയാൻ പാടില്ല. ഒരു സെന്റൻസിൽ നിങ്ങൾ തുടക്കം എന്ന് കാണും, അറ്റ് ദിസ് ടൈം എന്ന് കാണുകയും, ആ അറ്റ് ദിസ് ടൈമിന് തൊട്ട് ശേഷം ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന പദം ടുമോറോന്നോ, നെക്സ്റ്റ് വീക്കെന്നോ, നെക്സ്റ്റ് മന്തെന്നോ, നെക്സ്റ്റ് ഇയർന്നോ ഇങ്ങനെയൊക്കെ കണ്ടാൽ അത് ഏത് ടെൻസിലാണ് പറയേണ്ടത്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിലല്ലാതെ വേറെ ഒരു ടെൻസിലും പറയാൻ പാടില്ല. ഓക്കെ, ഒരു ചോദ്യം ഇരിക്കുന്നുണ്ട് ഇവിടെ. അറ്റ് ദിസ് ടൈം നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച ഈ സമയത്ത് ഐ ഡാഷ് ടു ചെന്നൈ, ഞാൻ ചെന്നൈയിലേക്ക് പോകുന്ന കാര്യമാണ് പറയുന്നത്. ആ ചോയ്സ് കണ്ടാൽ മനസ്സിലാവും, യാത്ര ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ചെന്നൈയിലേക്ക് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അടുത്ത ആഴ്ച ഈ സമയത്ത് ഞാൻ ചെന്നൈയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഒരു സെന്റൻസിന്റെ തുടക്കം, ചോദ്യത്തിന്റെ തുടക്കം അറ്റ് ദിസ് ടൈം എന്ന് കാണുകയും, അറ്റ് ദിസ് ടൈമിന് തൊട്ട് ശേഷം ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന പദം ഉണ്ടോ? നെക്സ്റ്റ് വീക്ക് എന്നുണ്ട്. അപ്പൊ അതിനുശേഷം വരുന്ന സെന്റൻസ് ഏത് ടെൻസിലാ പറയാ? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിലാ പറയാ. സബ്ജക്ട് കഴിഞ്ഞ വിൽ ബി അല്ലെങ്കിൽ ഷാൾ ബി പ്ലസ് ഓർ പ്ലസ് ing. ഇവിടെ ഐ ആണ്, അപ്പൊ ഷാൾ ബി പ്ലസ് ഓർ പ്ലസ് ing ചോയ്സിനുണ്ട്, ഉണ്ട്. ഇതാണ് ശരി. ഓക്കെ, ശരി. അപ്പൊ എന്താ പറഞ്ഞത്? ഒരു സെന്റൻസിന്റെ തുടക്കം അറ്റ് ദിസ് ടൈം എന്ന് കാണുകയും, അറ്റ് ദിസ് ടൈമിന് തൊട്ട് ശേഷം ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന പദം വരികയും ചെയ്താൽ അത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിലാണ് പറയേണ്ടത്. ഓക്കെ, ശരി. അപ്പൊ ഇതിന് വളരെ റയർ ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള വലിയ ഇമ്പോർട്ടൻസ് ഇല്ലതിന് ഇതാണ് ശ്രദ്ധിക്കുക. ശരി, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് അതാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ടെൻസാണ് ഈ ഫ്യൂച്ചർ ടെൻസിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ടെൻസാണ് ഈ ഫ്യൂച്ചർ. ഇത്രയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. നന്നായി ശ്രദ്ധിക്കുക. ഇതിന് ഒരുപാട് തവണ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഒരു സെന്റൻസ് കണ്ടാൽ അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലാണോ എങ്ങനെ തിരിച്ചറിയാം? ഒരു സെന്റൻസ് കണ്ടാൽ അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലാണോ എങ്ങനെ തിരിച്ചറിയാം? എന്റെ സ്ട്രക്ചറാ പറയുന്നത്. സബ്ജക്ട് എഴുതുക, എന്നിട്ട് വിൽ ഹാവ് അല്ലെങ്കിൽ ഷാൾ ഹാവ്, വിൽ ഹാവ് അല്ലെങ്കിൽ ഷാൾ ഹാവ്, ഇതിൽ ആരെങ്കിലും ഒരാൾ എഴുതണം. ഇവിടെ ഹാവിന് പകരം ഹാസും ഹാഡ് ഒന്നും പറയാൻ പാടില്ല, പറഞ്ഞാൽ തെറ്റാ. വിൽ ഹാസ്, ഷാൾ ഹാസ് അങ്ങനെ പ്രയോഗമൊന്നും ഇംഗ്ലീഷിൽ ഇല്ല. ഓക്കെ, സബ്ജക്ട് കഴിഞ്ഞുടനെ വിൽ ഹാവ് അല്ലെങ്കിൽ ഷാൾ ഹാവ്, ഇതിൽ ആരെങ്കിലും ഒരാൾ എഴുതാൻ പാടുള്ളൂ. പ്ലസ് V3 എഴുതണം. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു ഇംഗ്ലീഷിൽ ഒരു സെന്റൻസിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ്, നിങ്ങളൊരു ഇംഗ്ലീഷിൽ ഒരു സെന്റൻസിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ്, ഈ 3 വാക്കുകളിൽ ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾ ഒരു ഇംഗ്ലീഷിൽ ഒരു സെന്റൻസിൽ കണ്ടാൽ അതിന് തൊട്ട് ശേഷം വരേണ്ട വെർബ് V3 ആയിരിക്കണം. ഞാൻ പറഞ്ഞിട്ട് ഓർക്കുണ്ടോ? ഓക്കെ, അപ്പൊ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്താ? സബ്ജക്ട് എഴുതുക, എന്നിട്ട് വിൽ ഹാവ് അല്ലെങ്കിൽ ഷാൾ ഹാവ്, ഇതിൽ ആരെങ്കിലും ഒരാൾ നിർബന്ധമായിട്ട് എഴുതണം. പ്ലസ് വെർബിന്റെ 3ാമത്തെ ഫോം എടുക്കുക. ഓക്കെ, ശരി. ഓക്കെ അല്ലെ? അപ്പൊ അതിൽ ഷാൾ എവിടെ എഴുതേണ്ടത്? ഐയും ബി ഒക്കെ വരുന്ന സമയത്ത് ഷാൾ എഴുതണം. നേരത്തെ ഞാൻ പറഞ്ഞു വില്ല് ഐയും ബി ഒഴിച്ച് വേറെ ആര് വന്നാലും വില്ല് എഴുതണം. ഓക്കെ, ശരി. ഇനി PSCക്ക് എങ്ങനെയാണ് ഈ ഭാഗത്തുനിന്ന് ചോദ്യം ചോദിക്കുക അതാണ് പറയാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ടെൻസ് ആണ്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഈ ഭാഗത്തുനിന്ന് PSC ചോദിച്ചിട്ടുള്ള കാര്യം എങ്ങനെയാണ് ചോദിക്കുക അതാണ് പറയുന്നത്. നോക്ക്, ഒരു ചോദ്യത്തിൽ നിങ്ങൾ ബൈ എന്ന് കാണുകയും, ഒരു ചോദ്യത്തിൽ നിങ്ങൾ ബൈ എന്ന് കാണുകയും, ആ ബൈക്ക് തൊട്ട് ശേഷം ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന പദം ഉണ്ടോ നോക്കാം. ഒരു ചോദ്യത്തിൽ നിങ്ങൾ ബൈ എന്ന് കാണും, ബൈ എന്ന് കാണുകയും ആ ബൈക്ക് തൊട്ട് ശേഷം ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന പദം ടുമോറോന്നോ, നെക്സ്റ്റ് വീക്കെന്നോ, നെക്സ്റ്റ് മന്തെന്നോ, നെക്സ്റ്റ് ഇയർന്നോ, നെക്സ്റ്റ് സാറ്റർഡേന്നോ എന്തോ ആയിക്കോട്ടെ. ഒരു ചോദ്യത്തിൽ നിങ്ങൾ ബൈ എന്ന് കാണുകയും ആ ബൈക്ക് തൊട്ട് ശേഷം ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന ഒരു പദം വരികയും ചെയ്താൽ ടുമോറോന്നോ, നെക്സ്റ്റ് വീക്കെന്നോ, നെക്സ്റ്റ് മന്തെന്നോ, നെക്സ്റ്റ് ഇയർന്നോ എന്തായിക്കോട്ടെ, അങ്ങനെ വരികയും ചെയ്താൽ അത് ഏത് ടെൻസിലാ പറയേണ്ടത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലാ പറയേണ്ടത്. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, ഒരു ചോദ്യത്തിൽ നിങ്ങൾ ബൈ എന്ന് കാണുകയും ആ ബൈക്ക് തൊട്ട് ശേഷം ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന പദം ടുമോറോന്നോ, നെക്സ്റ്റ് വീക്കെന്നോ, നെക്സ്റ്റ് ഇയർന്നോ എന്തോ ആയിക്കോട്ടെ ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന പദം വരികയും ചെയ്താൽ
അത് ഏത് ടെൻസിലാ പറയാ? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലാണ് പറയുന്നത്. അവിടെ സബ്ജക്ട് കഴിഞ്ഞതിനെ വിൽ ഹാവ് അല്ലെങ്കിൽ ഷാൾ ഹാവ് പ്ലസ് V3. നോക്കുക, ബൈ ടുമോറോ ഐ ഡാഷ് ദ വർക്ക്. ഇതാണ് ചോദ്യം അല്ലെ. ബൈ എന്ന് കാണുകയും ബൈന് തൊട്ടുശേഷം ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന പദം ഉണ്ട് ടുമോറോ. അപ്പൊ ഒരു ചോദ്യത്തിൽ നിങ്ങൾ ബൈ എന്ന് കാണുകയും ആ ബൈന് തൊട്ടുശേഷം ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന പദം വരികയും ചെയ്താൽ അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലാണ് പറയേണ്ടത് അല്ലെ. അപ്പോൾ ഇവിടെ നമുക്ക് സബ്ജക്ട് ഐ ആണ് അല്ലെ. ഐ വരുന്ന സമയത്ത് ഷാൾ ആയിരുന്നത് അല്ലെ. അപ്പൊ ഷാൾ ഹാവ് പ്ലസ് V3 അല്ലെ. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്താ? സബ്ജക്ട് എഴുതുക, എന്നിട്ട് വിൽ ഹാവ് അല്ലെങ്കിൽ ഷാൾ ഹാവ് പ്ലസ് V3. ഇവിടെ ഐ ആണ്. ഐ വരുന്ന സമയത്ത് ഷാൾ ഹാവ് പ്ലസ് V3 ഓർക്കുന്നില്ലേ? ഐയും വിയും വരുന്ന സമയത്ത് ഷാൾ അല്ലേ. ഓക്കെ, അപ്പൊ ഷാൾ ഹാവ് പ്ലസ് V3 ആരാ? ഷാൾ ഹാവ് ഫിനിഷ്ഡ്. ഇതാണ് ആൻസർ വരിക. ഓക്കെ, ശരി. അപ്പൊ ഇങ്ങനെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ ഭാഗത്ത് നിന്ന് PSCക്ക് ചോദ്യം ചോദിക്കുക. വളരെ പ്രധാനപ്പെട്ട ടെൻസ് ആണ്, ശ്രദ്ധിക്കുക കേട്ടോ. ശരി, ഓക്കെ. ഇനി അടുത്ത ടെൻസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അത് വേണ്ട കേട്ടോ. അതിന് ഒറ്റ ചോദ്യം പോലും PSC ഇത്രകാലം ചോദിച്ചിട്ടില്ല, ചോദിക്കൂല, ഉറപ്പാണ്. അത് ആരും സ്കൂളിലൊന്നും കുട്ടികൾ അത് പഠിപ്പിക്കാറില്ല. അത് വേണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ആവശ്യമില്ല, അത് വിട്ടേക്ക്. ഓക്കെ, ശരി. അപ്പൊ ഇതാണ് ടെൻസ് എന്ന് പറഞ്ഞ സാധനം. ഇതിലെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഓക്കെ, ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇതിന്റെ അകത്ത് കടന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കുള്ളൂ. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ ഇതാണ് ടെൻസ്. ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ബേസ് ഏതാണ്? അത് ടെൻസ് ആണ്. ഓക്കെ, അപ്പൊ ടെൻസ് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ശരി. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. ബൈ.